സിനിമാ ലോകത്തെ ആരുമറിയാത്ത കഥകൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി വെളിപ്പെടുത്തുന്ന സംവിധായകനാണ് ആലപ്പി അഷ്റഫ്. ഒരു സംവിധായകൻ തകർത്ത താരദമ്പതികളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം ഇപ്പോൾ. സോഷ്യൽ മീഡിയയിലെ അതിപ്രസരം കാരണം സിനിമയിലെ പുതിയ രഹസ്യങ്ങൾക്ക് വലിയ ആയുസ്സില്ല. പഴയ തലമുറയിലെ രഹസ്യങ്ങൾ പലതും ഇന്നും അജ്ഞാതമാണ്. ഇപ്പോൾ താങ്കൾ എന്തിന് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, സിനിമയിൽ ആദ്യകാലത്ത് നല്ല രീതിയിൽ ജീവിച്ച ജനമനസ്സുകളിൽ ഒരു നടന്റെ ദയനീയമായ പതനത്തിന് ഇടവരുത്തിയ സംഭവങ്ങൾ കാണുമ്പോഴുള്ള വേദന കൊണ്ട് മാത്രമാണ്. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച നല്ലൊരു നടന്റെ സന്തോഷം നിറഞ്ഞ കുടുംബ ബന്ധം തകരുകയും തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് അയാൾ വഴുതി വീഴുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അയാൾ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുവെന്നത് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണമെന്ന് എനിക്ക് തോന്നി. സ്വാർത്ഥത താല്പര്യങ്ങൾക്ക് വേണ്ടി സൗഹൃദം വെച്ച് മുതലെടുത്ത പ്രമുഖ സംവിധായകന്റെ കടന്നുവരവാണ് ശുദ്ധവും പാവവുമായ ആ നടന്റെ കുടുംബം തകർച്ചയ്ക്ക് വഴിവെച്ചത്. ഞാൻ മദ്രാസിലുണ്ടായിരുന്ന കാലത്ത് ഈ നടൻ അവിടുത്തെ ഒരു പ്രശസ്ത നടിയുമായി പ്രണയത്തിലായി. അവരുടെ അതിസുന്ദരമായ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ പലരെയും ക്ഷണിക്കാൻ പോയപ്പോൾ ഞാനും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ സമാധാനപരമായ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുട്ടികളും ജനിച്ചു. നടന്റെ പ്രശസ്തി അത്യുന്നതങ്ങളിൽ എത്തുകയും ചെയ്തു. തൻ്റെ ഭാര്യ എന്തു പറയുന്നുവോ അതേപടി അനുസരിക്കുന്ന നല്ല ഭർത്താവായിരുന്നു ഈ നടൻ. സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ നടൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചത്. ചാനലുകളിൽ അവതാരകനായിട്ടും രാഷ്ട്രീയത്തിലും തിളങ്ങി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം സന്തോഷത്തോടെ പോയാലും എവിടെയെങ്കിലും ഒന്ന് താളം തെറ്റുമ്പോൾ അത് കുടുംബ ജീവിതത്തിലാണെങ്കിൽ ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാതെ പോകും. അതോടെ ഇത് കൂടുതൽ സങ്കീർണതകളിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തപ്പെടാറുണ്ട്. അത് ചിലപ്പോൾ ദേഹ ഉപദ്രവങ്ങളിലേക്കും ചെന്നേക്കാം. വക്കീൽ, കേസ്, കോടതി, പരസ്പരം ചെളി വാരിയെറിയൽ, എല്ലാത്തിനുമൊടുവിൽ വേർപിരിയൽ, ഇതൊക്കെ പതിവാണല്ലോ. നിസ്സാര പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ വഴി തെളിയിക്കുന്നത്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ വളരെ ഗൗരവമേറിയ സംഭവമുണ്ടായിട്ടുണ്ട്. ഇവിടെ മുതലാണ് ശുദ്ധനും പാവവുമായിരുന്ന ആ നടന്റെ സ്വഭാവത്തിൽ അടിമുടി മാറ്റം വരുന്നത്. പിന്നീട് കുറെ കാലം ഒറ്റയ്ക്കുള്ള ജീവിതം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം മറ്റൊരു ജീവിത സഖിയെ കണ്ടെത്തുന്നു. ആ ബന്ധവും നിലനിന്നില്ല. അവർ പരസ്പരം ചെളിയെറിയാതെ പിരിഞ്ഞു. വീണ്ടും ഒറ്റയ്ക്കുള്ള ജീവിതം. അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോയി. പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടു. അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലുമാണ്. സ്വഭാവ വ്യതിയാനം പല രീതിയിലും പ്രകടനമായി തുടങ്ങി. രാത്രികാലങ്ങളിലെ ഫോൺ വിളിയും ഫോണിലൂടെയുള്ള അശ്ലീല സംഭാഷണങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പൊടിപൊടിച്ചു. ഇതെല്ലാം ശോഭനമായ രാഷ്ട്രീയ ഭാവിയെ തകർത്തെറിഞ്ഞു. ഇതെല്ലാം കുടുംബജീവിതത്തിലെ പ്രൊട്ടക്ഷൻ കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സൈക്കോളജിയൊന്നും പഠിക്കേണ്ട സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാം. അതിപ്രശസ്തനായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകൻ. ഈ മകന്റെ ജീവിതം തകർന്നടിഞ്ഞതിന് ഒരു രഹസ്യമുണ്ട്. വില്ലനായി ആ നടന്റെ ആദ്യ ഭാര്യയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ വ്യക്തി സമൂഹത്തിന്റെ മുന്നിൽ പേരും പ്രശസ്തിയും സർവ ആദരണീയനുമാണ്. മലയാള സിനിമയ്ക്ക് മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ സംവിധായകനുമാണ്. സൗന്ദര്യ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിലും മദ്രാസിലുമായി ദമ്പതികൾ അകന്നിരുന്നപ്പോൾ പറഞ്ഞു തീർക്കാനെത്തിയ ദൂതനായിരുന്നു സുഹൃത്തായ സംവിധായകൻ. പ്രശ്നം പരിഹരിക്കാൻ സ്ഥിരം സന്ദർശകനായി നടിയുടെ വീട്ടിലെത്തിയ ഈ സംവിധായകൻ പതുക്കെ ആ നടിയുടെ വീട്ടിലെ സ്ഥിര താമസക്കാരനായി. ഇതറിഞ്ഞ സംവിധായകന്റെ ഭാര്യ പിണങ്ങിപ്പോയി. നടിയും സംവിധായകനുമായുള്ള ബന്ധത്തിൽ അരുതാത്തത് പലതും നടന്നതായി അവർ ഭർത്താവിന്റെ മുന്നിൽ തുറന്നു പറയേണ്ട അവസ്ഥയുണ്ടായി. ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യയിൽ നിന്നും ഇതറിഞ്ഞപ്പോൾ ഭർത്താവിനുണ്ടാകുന്ന മാനസിക അവസ്ഥയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇവിടെ തുടങ്ങിയതാണ് നടന്റെ പല തെറ്റുകളിലേക്കുമുള്ള ജൈത്യയാത്ര. പിണങ്ങിപ്പോയ സംവിധായകന്റെ ഭാര്യ മറ്റൊരു മാന്യനായ ദൂതൻ പോയി സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞു.